അമേരിക്കക്ക് തിരിച്ചടിയാവുന്ന ഒരു വാർത്തയാണ് ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വാർത്താ ഏജൻസി ആയിട്ടുള്ള ഫാർ ഏജൻസിയാണ് ഈ ഒരു വാർത്ത ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് മിഡ് എയറിൽ വെച്ചിട്ട് ജെറ്റുകൾക്ക്, അതായത് ഫൈറ്റർ ജെറ്റുകൾക്ക് റീഫ്യൂൽ ചെയ്യുന്ന അമേരിക്കയുടെ ടാങ്കർ വിമാനമായിട്ടുള്ള KC-135 സ്ട്രാറ്റോ ടാങ്കർ വിമാനത്തിനെ കാണാണ്ടായി ഖത്തറിന്റെ മുകളിൽ വെച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഇപ്പൊ വരുന്നത്. പേർഷ്യൻ ഗൾഫിന് മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു വിമാനത്തിനെ കാണാതായിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ തരത്തിലുള്ള വിമാനങ്ങളെയും ആയുധങ്ങളെയും ഓൾറെഡി അമേരിക്ക ഇസ്രായേലിൽ എത്തിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അമേരിക്കക്ക് മിഡിൽ ഈസ്റ്റിലുള്ള ബേസുകളെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലോട്ടുള്ള ഡാമേജ് വന്നിട്ടുണ്ട്. മാത്രമല്ല, യൂറോപ്യൻ ശക്തികൾ ഒന്നും തന്നെ അമേരിക്കക്ക് ബേസ് തുറന്നു കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം വിമാനങ്ങളെ ഇപ്പൊ അമേരിക്ക കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നത് ഇസ്രായേലിലാണ്. അപ്പോ അതിൽ പെട്ടിട്ടുള്ള ഒരു വിമാനത്തിനെയാണ് ഇപ്പോ ഖത്തറിന്റെ ആകാശത്ത് വെച്ച് കാണാതായിരിക്കുന്നത് എന്നുള്ളതാണ്. ഏത് കോണ്ടെക്സ്റ്റിലാന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇറാന് UAE ഫുജൈറ പ്ലാന്റുകളിലേക്കും അതേപോലെ തന്നെ ഇറാന്റെ ത്രെട്ടിന് അല്ലെങ്കിൽ ഇറാന്റെ ബ്ലോക്കേഡിനെ അനുസരിക്കാണ്ട് പോയിട്ടുള്ള എണ്ണ ടാങ്കറുകളൊക്കെ ആക്രമിക്കുന്ന ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു വിമാനത്തിനെ കാണാതായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് അമേരിക്കയ്ക്ക് ഏൽക്കുന്ന തിരിച്ചടികളിൽ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ എങ്ങനെയാണ് ഇത് അമേരിക്കക്ക് ഒരു തിരിച്ചടിയാവുന്നത്? അമേരിക്കയുടെ KC-135 സ്ട്രാറ്റോ ടാങ്കർ എന്ന് പറയുന്നത് യഥാർത്ഥത്തില് ആകാശത്തൂടെ പറന്നു പോകുന്ന ഒരു എണ്ണ ടാങ്കർ ആണെന്ന് വേണം പറയാൻ. അതായത് ഫൈറ്റർ ജെറ്റുകളായിട്ടുള്ള F-15 അതേപോലെ തന്നെ F-35 പോലെയുള്ള ഫൈറ്റർ ജെറ്റുകളുടെ ഫ്യൂവൽ റേഞ്ച് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോ UAE നിന്നും സൗദിയിൽ നിന്നൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന അമേരിക്കയുടെ F-35 അതേപോലെ തന്നെ F-15 പോലെയുള്ള വിമാനങ്ങളുടെ ഫ്യൂവൽ റേഞ്ച് എന്ന് പറയുന്നത് വളരെ കുറവായതുകൊണ്ട് തന്നെ അത്രയും ദൂരം പറന്ന് ചെന്ന് ഇറാന്റെ ആകാശത്തൂടെ പറന്ന് ബോംബുകൾ വർഷിക്കാനും അതേപോലെ തന്നെ അറ്റാക്ക് ചെയ്യാനുള്ള കാപ്പബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോ ആ ഒരു സ്പേസിനെ അല്ലെങ്കിൽ ആ ഒരു വാക്വത്തിനെ ഫില്ല് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഈ സ്ട്രാറ്റോ ടാങ്കറുകൾ എന്ന് പറയുന്നത്. അപ്പൊ ബോയിങ്ങിന്റെ ഒക്കെ വിമാനങ്ങളാണ് സ്ട്രാറ്റോ ടാങ്കറുകളായിട്ട് പ്രധാനമായിട്ടും അമേരിക്ക യൂസ് ചെയ്യുന്നത്. ഈ വിമാനങ്ങൾ ചെയ്യുന്ന പണി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പോ UAE ഒക്കെ ബേസിൽ നിന്നും പറന്നു വരുന്ന ഒരു F-35 വിമാനം ഇറാനിലെത്തി അറ്റാക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. അത് അറ്റാക്ക് നടത്തി തിരിച്ച് UAE ബേസിലേക്ക് എത്താനുള്ള ഫ്യൂവൽ റേഞ്ച് പല സമയത്തും ഈ വിമാനങ്ങൾക്ക് കുറവായിരിക്കും. അപ്പോ പാതി വഴിയിൽ വെച്ചോ അല്ലെങ്കിൽ അറ്റാക്ക് നടത്തുന്നതിനിടയ്ക്ക് വെച്ചോ ഏതെങ്കിലും സേഫ് ആയിട്ടുള്ള ഒരു സോണിൽ നിന്നും എയർന്ന് തന്നെ, അതായത് വിമാനം താഴെ ഇറക്കാണ്ട് തന്നെ ആകാശത്ത് വെച്ച് തന്നെ വിമാനങ്ങൾക്ക് ഇന്ധനം നിറക്കാനുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ വിമാനങ്ങൾക്ക് ഇന്ധനം നിറക്കുന്ന തരത്തിലുള്ള വിമാനങ്ങളെയാണ് KC-135 സ്ട്രാറ്റോ ടാങ്കറുകൾ എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ പുറകിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു റോഡ് വഴി അല്ലെങ്കിൽ ഒരു പോള് വഴി ഈ പറയുന്ന F-35 പോലെയുള്ള ഫൈറ്റർ ജെറ്റുകളുടെ ടാങ്കിലേക്ക് കണക്ട് ചെയ്യുകയും ഇത് രണ്ടും പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ടാങ്കറിൽ നിന്നും അതിവേഗം ഫ്യൂവലിനെ ഈ പറയുന്ന ഫൈറ്റർ ജെറ്റുകളിലേക്ക് നിറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഒരു ഗുണം, ഇത്തരം ഫൈറ്റർ ജെറ്റുകള് ബേസിൽ നിന്നും പറന്നുയർന്ന് അറ്റാക്ക് നടത്തി വീണ്ടും റീഫ്യൂൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബേസുകളിലേക്ക് തിരിച്ചു വരേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ആ ഒരു വിമാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഫൈറ്റർ ജെറ്റിൽ ഘടിപ്പിച്ചിട്ടുള്ള വാർഹെഡ്സിനെയും ബോംബുകളെയും മുഴുവനായിട്ടും യൂസ് ചെയ്യുന്നത് വരെ, അതിനെ മുഴുവനായിട്ടും ടാർഗറ്റിൽ പ്രഹരിക്കുന്നത് വരെ ആ വിമാനത്തിന് ആകാശത്ത് തന്നെ സ്റ്റേ ചെയ്യാനും ആകാശത്തൂടെ വട്ടമിട്ട് പറന്ന് തന്റെ ശത്രുക്കൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സ്ട്രാറ്റോ ടാങ്കറുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഏകദേശം 90,000 കിലോ ഓയിലിനെ വഹിക്കാൻ കപ്പാസിറ്റി ഉള്ള ടാങ്കർ വിമാനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ സ്ട്രാറ്റോ ടാങ്കറുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു F-35 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു F-15 മാത്രമല്ല ഈ വിമാനത്തിന് റീഫ്യൂൽ ചെയ്യാൻ സാധിക്കുന്നത്. അതായത് ആ ഒരു മിഷനിൽ പങ്കെടുക്കുന്ന 3ഓ 4ഓ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉള്ള ഫൈറ്റർ ജെറ്റുകൾക്ക് മിഡ് എയറിൽ വെച്ച് തന്നെ ഈ പറയുന്ന വിമാനങ്ങളിലോട്ട് ഫ്യൂവലിനെ ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ തന്നെ
മണിക്കൂറുകളോളം ആകാശത്ത് വട്ടമിട്ട് പറന്ന് തന്റെ ശത്രുക്കളെ നേരെ ആക്രമണം അഴിച്ചുവിടാനും ഈ വിമാനങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഇറാൻ ആൻഡ് അമേരിക്ക വാറിന്റെ കോണ്ടെക്സ്റ്റില് അമേരിക്കക്ക് ഒഴിച്ചുകൂടാനാവാത്ത, അമേരിക്കയുടെ മിഷൻ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു വിധത്തിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത തരത്തിലുള്ള ടാങ്കർ വിമാനങ്ങളാണ് ബേസിക്കലി ഈ KC-135 ടാങ്കർ വിമാനങ്ങൾ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, വേറൊരു കോണ്ടെക്സ്റ്റ് കൂടെ ഈ ടാങ്കർ വിമാനങ്ങളെ അമേരിക്ക ഇറാനെതിരെ ഉപയോഗിക്കാൻ കാരണമായിട്ടുണ്ട്. ഇറാനെതിരെ എന്നല്ല, ഏത് വാറിലും ഉപയോഗിക്കാൻ ഒരു കാരണമുണ്ട്. അതായത് ഇപ്പോ ഈ പറയുന്ന ഫൈറ്റർ ജെറ്റുകൾക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു പേലോഡ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അത് പറക്കുമ്പോഴും അതേപോലെ തന്നെ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും ഈ പറയുന്ന ജെറ്റുകൾക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു പേലോഡ് കപ്പാസിറ്റി ഉണ്ട്. ഈ കപ്പാസിറ്റിക്ക് മുകളിൽ ലോഡ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫൈറ്റർ ജെറ്റുകൾക്കടക്കം ഇതിന് ഉയർന്നു പൊങ്ങാനും അതേപോലെ തന്നെ ടേക്ക് ഓഫ് ചെയ്യാനും സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ വരും. അങ്ങനത്തെ സിറ്റുവേഷനിൽ ബേസിക്കലി ഈ പറയുന്ന ഏത് 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 രാജ്യമാണോ ഈ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിക്കുന്നത് അവര് ബേസിക്കലി ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യം, ആ വിമാനങ്ങളിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ള വാർഹെഡ്സിനെ, അല്ലെങ്കിൽ എത്രത്തോളം നമ്പർ ഓഫ് വാർഹെഡ്സിനെയാണോ ആ വിമാനത്തിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുക അതിന്റെ എണ്ണത്തിനെ കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു പണിയാണ് ചെയ്യുക. അപ്പോ ഈ വാർഹെഡിന്റെ വെയിറ്റ് കുറയുമ്പോൾ തന്നെ വിമാനത്തിന്റെ ടേക്ക് ഓഫ് കപ്പാസിറ്റിയുടെ ആ ഒരു ത്രെഷോൾഡിലോട്ട് വിമാനം എത്തുകയും വിമാനത്തിന് ഈസി ആയിട്ട് പറന്നുയരാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ ഇറാൻ അമേരിക്ക വാറിന്റെ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു F-35 വിമാനത്തിന് മാക്സിമം ക്യാരി ചെയ്യാൻ പറ്റുന്ന പേലോഡ് അല്ലെങ്കിൽ വാർഹെഡ്സിനെ ക്യാരി ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ ആ ആക്രമണത്തിന്റെ തോത് കുറയുകയും അതേപോലെ തന്നെ ഇറാന് സംഘടിക്കാനുള്ള സാധ്യത കൂടുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോ ഒരു തരത്തിലും ഒരു ആക്റ്റീവ് വാറിൽ വാർഹെഡുകളുടെ എണ്ണം കുറച്ചുകൊണ്ട് വിമാനത്തിന്റെ വെയിറ്റ് കുറച്ച് ഈ ടേക്ക് ഓഫിന്റെ സമയത്തുള്ള ലോഡിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ യഥാർത്ഥത്തില് പല രാജ്യങ്ങളും ചെയ്യുന്ന പണി എന്ന് പറയുന്നത് ആ വിമാനത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഓയിലിന്റെ അല്ലെങ്കിൽ ആ വിമാനത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇന്ധനത്തിന്റെ പകുതി മാത്രം ആ വിമാനത്തില് ഫില്ല് ചെയ്ത് വെക്കും. അതായത് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും ഓയിലിനെ മാത്രം അതിനകത്ത് വെച്ചിട്ട് ബാക്കി മാക്സിമം പേലോഡിലോട്ട് അല്ലെങ്കിൽ മാക്സിമം വാർഹെഡ്സിനെ ഈ പറയുന്ന വിമാനത്തിൽ അറ്റാച്ച് ചെയ്ത് വെക്കും. നമുക്കറിയാം അമേരിക്ക ഒക്കെ യൂസ് ചെയ്യുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറത്താണ്. ഇത്തരം ബോംബുകളുടെ എണ്ണം ഒരു ഫൈറ്റർ ജെറ്റിൽ അറ്റാച്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിമാനത്തിന്റെ വെയിറ്റ് കൂടുകയും ആ വിമാനത്തിന് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും കൂടെ വരും. പക്ഷേ ഇപ്പോഴുള്ള ഈ ഒരു വാറിന്റെ കോണ്ടെക്സ്റ്റിൽ അമേരിക്കക്ക് ഒരിക്കലും വാർഹെഡിന്റെ എണ്ണം ഒരു വിമാനത്തിൽ ചുരുക്കിക്കൊണ്ട് ആ വിമാനത്തിന് ടേക്ക് ഓഫിലേക്ക് എത്തിക്കാൻ പറ്റത്തില്ല. അപ്പൊ അമേരിക്ക ചെയ്യുന്ന പണി ആ വിമാനത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇന്ധനത്തിന്റെ 25% അല്ലെങ്കിൽ 50% മാത്രം ടേക്ക് ഓഫിന്റെ സമയത്ത് നിറക്കുകയും വിമാനം ടേക്ക് ഓഫ് ആയതിനു ശേഷം മിഡ് എയറിൽ വെച്ചിട്ട് ഈ പറയുന്ന KC-135 സ്ട്രാറ്റ ടാങ്കർ പോലെയുള്ള വിമാനങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ പറയുന്ന മിഡ് എയറിൽ വെച്ചിട്ട് തന്നെ ഈ വിമാനങ്ങള് റീഫ്യൂൽ ചെയ്യും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ വിമാനങ്ങൾക്ക് മാക്സിമം വാർഹെഡിനെ ക്യാരി ചെയ്ത് പോവാനും പറ്റും, അതേപോലെ തന്നെ ആ വിമാനങ്ങൾക്ക് ടേക്ക് ഓഫ് ചെയ്യാനും പറ്റും, അതേപോലെ തന്നെ മാക്സിമം ഡാമേജ് ശത്രു രാജ്യങ്ങളിൽ ഉണ്ടാക്കാനും പറ്റും എന്നുള്ളതാണ്. ഇവിടെയാണ് ഇറാൻ അമേരിക്ക കോണ്ടെക്സ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഈ വാറിന്റെ ഈ പറയുന്ന വിമാനത്തിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമുക്കറിയാം അമേരിക്കയും ഇറാനും തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ലോകത്തിന് ഏറ്റവും വ്യക്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇറാന്റെ ആകാശം എന്ന് പറയുന്നത് വളരെ ഫ്രീ ആണ്. അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന എയർക്രാഫ്റ്റ്, ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകളോ അല്ലെങ്കിൽ താഡ് പോലെയുള്ളതോ അല്ലെങ്കിൽ അയൺ ഡോം പോലെയുള്ള സിസ്റ്റം, അത്രയും സോഫിസ്റ്റിക്കേറ്റഡ് സിസ്റ്റംസ് ഇറാൻ ഇല്ല എന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ US-ഉം ഇറാനും ഇപ്പൊ ഏറ്റവും കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത്, ഇറാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന എയർ അറ്റാക്ക് ആണ്. ഈ എയർ അറ്റാക്ക് തന്നെ ഏകദേശം 3ഓളം F-35 വിമാനങ്ങളെയും F-15 വിമാനങ്ങളെ ഇറാൻ അടിച്ചിടാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നിരുന്നാലും അമേരിക്കക്കും ഇസ്രായേലിനും അപ്പർ ഹാൻഡ് ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്
എയർ അറ്റാക്കിലാണ്. അപ്പോ ഇവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി F-35ലും F-15ലേക്ക് മാക്സിമം വാർഹെഡിനെ അറ്റാച്ച് ചെയ്യുകയും വളരെ കുറഞ്ഞ ഇന്ധനത്തിൽ വിമാനത്തിനെ ടേക്ക് ഓഫ് ചെയ്യുകയും മിഡ് എയറിൽ വെച്ചിട്ട് ഈ വിമാനങ്ങളെ റീഫിൽ ചെയ്യുകയും ഈ വിമാനങ്ങൾ അതിന്റെ മാക്സിമം പ്രഹരശേഷി ഉപയോഗിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന പണിയാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ പറയുന്ന വിമാനങ്ങളെ റീഫ്യൂൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വിമാനത്തിനെ മിഡ് എയറിൽ വെച്ച് കാണാണ്ടായി എന്ന് പറയുന്നത്. എസ്പെഷ്യലി പേർഷ്യൻ ഗൾഫിന്റെ മുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വിമാനത്തിനെ കാണാതായി എന്ന് പറയുന്ന വാർത്തകൾ വരുന്നത് മിക്കവാറും ഇറാൻ അടിച്ചിട്ടതാവാം. കാരണം ഇറാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ചൈനയുടെ സാറ്റലൈറ്റുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് എന്ന് പറയുന്നത് അത് സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. അതേപോലെ തന്നെ അത് അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ യഥാർത്ഥത്തിൽ ചൈന ഇറാന് കൈമാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഈ പറയുന്ന ഫ്യൂലിംഗ് എന്ന് പറയുന്ന പരിപാടി മിഡ് എയറിൽ നടത്താൻ അമേരിക്കക്ക് പറ്റുന്നില്ലെങ്കിൽ അമേരിക്കക്ക് ഒരു തരത്തിലും ഈ പറയുന്ന എയർ സുപ്രീമസിനെ നിലനിർത്താൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോ ആ മർമ്മത്താണ് യഥാർത്ഥത്തിൽ ഇറാൻ കയറി അടിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അനുമാനിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തകരാറ് കൊണ്ട് ഈ വിമാനം എവിടെയെങ്കിലും വീണിട്ടുണ്ടാവും. ഇതുപോലെ ഒരു തകരാറ് പറ്റി ഈ വിമാനം ഡാമേജ് ആയതിന്റെ വാർത്തകൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ വിമാനത്തിൽ നിന്നും അവസാനമായി ലഭിച്ചിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് 7700 അല്ലെങ്കിൽ 7700 എന്ന് പറയുന്ന സ്ക്വാക്ക് വാക്ക് സിഗ്നൽ ആണ് യഥാർത്ഥത്തിൽ ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ വിമാനത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പൈലറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കോഡാണ് 77,000 അല്ലെങ്കിൽ 7700 എന്ന് പറയുന്ന ഈ ഒരു കോഡ്. അതായത് വിമാനത്തിന് അത്യാവശ്യമായിട്ടുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു എമർജൻസി വരുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഒരു പൈലറ്റ് ഈ പറയുന്ന കോഡിനെ ഉപയോഗിക്കുന്നത്. ഒന്നുകിൽ എഞ്ചിൻ ഫെയിലിയർ, അല്ലെങ്കിൽ ഫയർ അല്ലെങ്കിൽ സ്മോക്ക് വിമാനത്തിനകത്ത്, ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ എമർജൻസി, അല്ലെങ്കിൽ ഫ്യൂവൽ എമർജൻസി, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബേസിക് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്. ഇത്തരം സിറ്റുവേഷൻസ് വരുന്ന സമയത്താണ് ഒരു പൈലറ്റ് ഈ പറയുന്ന 7700 എന്ന് പറയുന്ന സിഗ്നലിനെ, അപായ സിഗ്നലിനെ ഉപയോഗിക്കാറ്. ഇവിടെ ഖത്തറിന്റെ ആകാശത്ത് വെച്ച് ഈ വിമാനത്തിൽ നിന്നും അവസാനം ലഭിച്ചിരിക്കുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഇതാണ്. അത്യന്തം അപായമുള്ള അല്ലെങ്കിൽ അത്യന്തം ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ആ ഫ്ലൈറ്റ് എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണെന്നുള്ളതാണ്. അപ്പോ അത് ഏതെങ്കിലും തരത്തിൽ വിമാനത്തിന് വന്നിട്ടുള്ള തകരാറുകളാവാം, അല്ലെങ്കിൽ ഇറാൻ ഈ വിമാനത്തിനെ ടാർഗറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഇറാന്റെ മിസൈലുകളോ ഇറാന്റെ ഡ്രോണുകളോ ഈ പറയുന്ന വിമാനത്തിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവാം എന്ന് പറയുന്ന രീതിയിലുള്ള അനുമാനത്തിലേക്ക് നമുക്ക് പോവാം എന്നുള്ളതാണ്. അപ്പോ അമേരിക്കയുടെ ഈ പറയുന്ന എയർ സുപ്രീമസിയുടെ നെടുംതൂണും നട്ടെല്ലുമാണ് ഈ പറയുന്ന വിമാനങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന എയർ ടാങ്കറുകൾ എന്ന് പറയുന്ന വിമാനങ്ങൾ. ഇതില്ലാണ്ട് അമേരിക്കക്ക് ഒരു സാഹചര്യത്തിലും ഇറാനെതിരെയുള്ള എയർ സുപ്രീമസിനെ നിലനിർത്താൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. മുന്നേയും ഇതുപോലെ ഒരു വിമാനം തകർന്നു വീണിട്ടുണ്ട്. ഇത് ഇപ്പോഴും ഖത്തറിന്റെ ആകാശത്ത് വെച്ച്, എസ്പെഷ്യലി പേർഷ്യൻ ഗൾഫിന്റെ മുകളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു വിമാനത്തിനെ ഈ കോണ്ടെക്സ്റ്റിൽ കാണാതായി എന്ന് പറയുമ്പോൾ അത് പല തരത്തിലും സംശയങ്ങൾക്കിടയാക്കുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ്.